നമസ്കാരം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വിജയഭേരി വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന പെപ്ടോക്ക് അറ്റ് ക്ലാസ് റൂമിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു പൈലറ്റ് ആവണം എന്ന് അത്രമേൽ ഹൃദയത്തോട് ചേർന്ന ഒരു ആഗ്രഹമുള്ള കുട്ടികളോട് എൻ്റെ പ്രിയപ്പെട്ട ജുമാനയ്ക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പോൾ പഠിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ പഠിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴേ പാരൻസിന് മനസ്സിലാവുള്ളൂ എൻ്റെ കുട്ടി എത്രത്തോളം പഠിക്കുന്നുണ്ടെന്ന്. ഞാൻ 10th അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്താണല്ലോ ആഗ്രഹം തുടങ്ങിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞത് എനിക്ക് ഉറപ്പില്ല, ഞാൻ പൈലറ്റ് ആവുമോ, ഇതിന് കാല് വെക്കുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. അപ്പം എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉപ്പാനോടും പറഞ്ഞു. അപ്പം ഉപ്പ പറഞ്ഞു ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു. അപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് നമ്മളെ കൊണ്ട് എന്തുകൊണ്ട് പറ്റിക്കൂടാന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഉമ്മ പറഞ്ഞു +1 +2 കഴിയട്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ +1 +2 സയൻസ് എടുത്തു. അതിൽ അത്യാവശ്യം മാർക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പം ഉമ്മാനോട് ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ ഉമ്മാക്ക് ഞാൻ അവിടെ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ ഉമ്മാക്ക് ഉണ്ടായതുകൊണ്ടാണ് ഉമ്മ എനിക്ക് ഓൾറെഡി ഒരു വാക്ക് തന്നിട്ടുണ്ട്, +2 കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഞാൻ അത്രയും മാർക്ക് വാങ്ങിക്കൊണ്ട് ഉമ്മക്ക് എന്നോടുള്ള ഒരു പ്രതീക്ഷയാണ്. അപ്പം അതുകൊണ്ടാണ് ഇതുവരെ എത്തിയത്. പിന്നെ അതായത് അപ്പം അങ്ങനെ ലക്ഷ്യങ്ങളുള്ളവര് ലെറ്റ് ദം പ്രൂവ് ദാറ്റ് ദേ ആർ കോൺഫിഡന്റ് ഇനഫ് ടു ഡു ദാറ്റ്, അല്ലേ? കഴിവുണ്ടെന്ന് അവർ തെളിയിക്കട്ടെ. അപ്പം പ്രിയപ്പെട്ട മക്കളോട് പറയുന്നത്, നിങ്ങൾ പഠിക്കുക, നിങ്ങളെ കൊണ്ട് പഠിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയരത്ത് വരെ എത്താൻ പറ്റുമെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. അപ്പം നിങ്ങളെ നിങ്ങളുടെ പാരൻസ് വിശ്വസിക്കും, നാട്ടുകാർ വിശ്വസിക്കും, എല്ലാവരും, ദ എൻറ്റയർ യൂണിവേഴ്സ് വിൽ ബി ദർ. നിങ്ങളെ ആ നേട്ടം നേടുന്നതിലേക്ക് നയിക്കാനായിട്ട് ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതിനുള്ള ജീവിക്കുന്ന ഒരു തെളിവാണ് ജുമാനയും ജുമാനയുടെ ഫാമിലി. അപ്പൊ നമ്മുടെ കുട്ടികൾ പൈലറ്റ് ആവണം എന്ന് പറയുകയാണെങ്കിൽ അവർ +1 +2 ഏത് കോഴ്സ് എടുത്താണ് പഠിക്കേണ്ടത്? ഏതെല്ലാം സബ്ജക്ട്സ് ആണ് അവർക്ക് അത്യാവശ്യമായിട്ട് പഠിക്കേണ്ടത്? +1 +2 ഫിസിക്സ് ആൻഡ് മാത്സിൽ 60% മുകൾക്ക് മാർക്ക് വാങ്ങണം. അത് സയൻസ് എടുക്കണം നിർബന്ധമില്ല. അതിപ്പം കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ NEOS എക്സാം ഉണ്ട്, NIOS എക്സാം. അത് ഫിസിക്സ് ആൻഡ് മാത്സ് എഴുതിയതിന് ശേഷം നമ്മൾ ഏതെങ്കിലും തിയറി അക്കാദമി ആയിട്ട് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ അവർ പറയും ക്ലാസ് 2 മെഡിക്കൽ എടുക്കണം. ക്ലാസ് 2 മെഡിക്കലിൽ വിഷൻ, പിന്നെ കേൾവിശക്തി, ചെസ്റ്റ് ആൻഡ് എക്സ്റേ, ECG, പിന്നെ കളർ ബ്ലൈൻഡ്നെസ്, ബ്ലഡ് ആൻഡ് യൂറിൻ ടെസ്റ്റ്, അതൊക്കെ ടെസ്റ്റ് ചെയ്യും. അപ്പം അതിൽ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് തിയറി അക്കാദമി ജോയിൻ ചെയ്യാം. എന്നിട്ട് 6 month കോഴ്സാണ് തിയറി ഉള്ളത്. പിന്നെ അതിൽ 6 സബ്ജക്ട്സാണ് വരുന്നത്. ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ 6 സബ്ജക്ട്സ്, പുറത്ത് പോയി ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 സബ്ജക്ട്സ്. അപ്പോൾ അതിൽ സബ്ജക്ട്സിൽ എഞ്ചിനീയർ ലെവലും വരുന്നുണ്ട്. അതായത് എയർക്രാഫ്റ്റിൽ പാർട്സ് എന്തൊക്കെ, എങ്ങനെ വർക്ക് ചെയ്യുന്ന എഞ്ചിൻസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ബയോളജി സംബന്ധമായിട്ട് ഇപ്പം നമ്മൾ ഇത്ര ഹൈറ്റ് പോകുമ്പോൾ നമുക്ക് കുറച്ച് മെൻ്റലി കുറച്ച് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുമല്ലോ, അപ്പോൾ അത് പഠിക്കാനുണ്ട്. പിന്നെ ജോഗ്രഫിക്കലായിട്ട് പഠിക്കാനുണ്ട്, ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്. സംഭവം പറഞ്ഞാൽ എല്ലാതും പഠിക്കണം. എഞ്ചിനീയർ ലെവലും ഡോക്ടർ ലെവലും ജോഗ്രഫിക്കൽ ലെവലും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ സയൻസ് സ്ട്രീമിലുള്ളവർക്ക് കുഴപ്പമില്ല, നിങ്ങൾ പൈലറ്റ് ആവാനുള്ള കോഴ്സുകളുടെ പുറകെ പോയാൽ മതി. ഇനി അഥവാ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ആണെങ്കിൽ പോലും പൈലറ്റ് ആവാനാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ സ്വപ്നത്തിന് തടയിടണ്ട. പകരം NIOS വഴി മാത്സ്, ഫിസിക്സ് തുടങ്ങിയ പേപ്പറുകൾ ക്ലിയർ ചെയ്തെടുത്താൽ മതി. പിന്നെ എന്ത് സംശയത്തിനും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മലപ്പുറത്തുകാരി, പുൽപ്പറ്റക്കാരി നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. മലപ്പുറത്ത് നിന്നും ആകാശപ്പറവകളായി കുതിക്കുന്ന പൈലറ്റുമാരുടെ എണ്ണം കൂടി കൊണ്ടുവരണം നമുക്ക്, അല്ലേ? അതിനുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മളുടെ പ്രിയപ്പെട്ട ജുമാന. വ്യക്തി അല്ലെങ്കിൽ ഒരു മകൾ എന്ന എല്ലാ ഡ്യൂട്ടിയും വേണ്ടതുപോലെ നിർവഹിച്ച് നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് നല്ല പങ്ക്ച്വലായിട്ട് പ്രവർത്തിച്ച ഒരു വിദ്യാർത്ഥി. അവള് ആകാശത്തിന് മുകളിൽ ഉയർന്നു പറന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിജയബേരി എപ്പിസോഡിൽ പെപ്ടോക്കിലേക്ക് നമുക്ക് കിട്ടിയ ഒരു മുത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ജുമാനയും അവളുടെ അതിലേറെ പ്രിയപ്പെട്ട, അവളോടൊപ്പം ചേർത്ത് വെക്കാവുന്ന അവളുടെ പ്രിയപ്പെട്ട ഉമ്മയും. ഇവരെ രണ്ടുപേരെയും നന്നായി ഒന്ന് കേൾക്കുക, അവരെ ഒന്ന് നന്നായി അറിയുക. ഒരുപാട് തിരിച്ചറിവുകൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് കിട്ടും. നിങ്ങളുടെ മുന്നിലും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ ഇങ്ങനെ വഴി തുറന്നു വരുന്നത് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് അടിക്കൂ ജുമാന. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.